കോഴിക്കോട് ട്രെയിൻ യാത്രക്കാരിയെ തള്ളിയിട്ട് ബാഗും പണവും മൊബൈൽ ഫോണും കവർന്ന പ്രതി ചില്ലറക്കാരനല്ല, ട്രെയിനുകളിൽ കവർച്ച ശീലമാക്കിയവൻ. UP ഗാസിയാബാദ് സ്വദേശി മുഹമ്മദ് സൈഫ് അസ്ഗർ അലി ചൗധരി മഹാരാഷ്ട്രയിലാണ് കൂടുതലും കേസുകളിൽ പ്രതി. കേരളത്തിൽ കവർച്ച ഇതാദ്യം. കവർച്ചയ്ക്ക് ശേഷം മറ്റൊരു ട്രെയിനിൽ സംസ്ഥാനം വിട്ട പ്രതി തിരികെ കാസർഗോഡ് എത്തിയ സമയത്താണ് അന്വേഷണ സംഘം പിടികൂടിയത്. യാത്രക്കാരെ ആക്രമിച്ചോ ഭീഷണിപ്പെടുത്തിയോ കവർച്ച എന്നതായിരുന്നു പ്രതിയുടെ ശൈലി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് RPF-ഉം റെയിൽവേ പോലീസും ചേർന്നുള്ള സംഘത്തിന് പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഏകദേശം 30ഓളം കേസിൽ പ്രതിയായിട്ടുള്ള മുഹമ്മദ് സൈഫ് എന്ന് പറയുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെയാണ് നമ്മൾ ഇന്ന് വെളുപ്പിന് കാസർഗോഡ് ഭാഗത്തു നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് തിരൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ 1 കിലോമീറ്റർ കഴിയുന്ന അവിടെ വെച്ചാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ ആ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പരിശോധിക്കുകയും ചെറിയ ചെറിയ ക്ലൂവും ചെറിയ ചെറിയ ഹിൻറ്റുകളും നമുക്ക് കിട്ടുകയും അതിനുശേഷം ഈ ഹിൻറ്റുകളെ തുടർന്ന് നമ്മൾ പല ടീമായിട്ട് തിരിഞ്ഞ് മഹാരാഷ്ട്ര, പനവേല്, രത്നഗിരി ഏരിയകളിൽ ഈ പ്രതിയെ സംശയമുള്ള ഈ പ്രതിയെ ചുറ്റിപ്പറ്റി നമ്മൾ അന്വേഷണം നടത്തുകയും അങ്ങനെ ഇവൻ പല ട്രെയിനുകൾ മാറി മാറി കയറുന്നത് ഈ സ്ക്വാഡ് മനസ്സിലാക്കുകയും ഏകദേശം കാസർഗോഡ് എത്തിയപ്പോഴാണ് നമുക്ക് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇയാൾക്ക് കൂടുതലുള്ളത് റോബറി കേസുകളാണ്. 392 അതായത് 2024 റോബറി കേസുകളാണല്ലോ. അതായത് ഇങ്ങനെ ആളുകളെ ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ സാധനം കിട്ടിയില്ലെങ്കിൽ അവരെ എന്തെങ്കിലും ആക്രമിച്ചോ പണം കവരുന്ന രീതിയാണല്ലോ. അതുകൂടാതെ ഇയാൾക്ക് ചീറ്റിംഗ് കേസുണ്ട്, NDPS ആക്ട് കേസുണ്ട്, അത് ഗാസിയാബാദാണ്. അതുകൂടാതെ ആംസ് ആക്ട് കേസുമുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് സ്ഥലത്ത് പോയി അന്വേഷിച്ചാൽ മതിയാവും. പ്രതി മുഹമ്മദ് സൈഫ് മുൻപ് ട്രെയിനുകളിൽ ചായ വിൽപ്പനക്കാരനായി ജോലി നോക്കിയിട്ടുണ്ട്. അതിനാൽ ഓടുന്ന ട്രെയിനുകളിലടക്കം കയറാനും ഇറങ്ങാനുമുള്ള പ്രാവീണ്യം ഇയാൾക്കുണ്ട്. പ്രതി മുഹമ്മദ് സൈഫിന്റെ കൂടുതൽ പശ്ചാത്തലം പോലീസ് അന്വേഷിച്ചു വരികയാണ്. വെള്ളിയാഴ്ചയാണ് സമ്പർക്രാന്തി എക്സ്പ്രസിൽ നിന്ന് അമ്മിണി ജോസിനെ പ്രതി തള്ളിയിട്ടത്. സഹോദരനൊപ്പം S1 കോച്ചിലായിരുന്നു അമ്മിണിയുടെ യാത്ര. സഹോദരൻ ശുചിമുറിയിൽ കയറിയ തക്കം നോക്കി പ്രതി ബാഗ് കവരാൻ ശ്രമിച്ചു. പ്രതിരോധിക്കുന്നതിനിടെയാണ് അമ്മിണിയെ തള്ളി പുറത്തേക്കിട്ടത്. പിന്നീട് TTയുടെ സഹായത്തോടെ സഹോദരൻ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിച്ചു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ അമ്മിണി വീട്ടിൽ വിശ്രമത്തിലാണ്.